വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല. ഇന്ന് നമ്മൾ ഒരു കോൺവെർസേഷൻ, വലിയൊരു കോൺവെർസേഷനായിട്ടല്ല ചെയ്യുന്നത്, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും എനിക്ക് വരുന്നൊരു കമൻറ്റാണ് കേട്ടോ. ബസ് കണ്ടക്ടറും അതുപോലെ തന്നെ പാസഞ്ചറുമായിട്ടുള്ള സംസാരം. അപ്പോൾ ബസ് കണ്ടക്ടറും പാസഞ്ചറുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല അല്ലേ. ടിക്കറ്റ് കൊടുക്കുന്നു, വാങ്ങുന്നു, എവിടെ പോകണമെന്ന് ചോദിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടാനായിട്ട് ആ സിറ്റുവേഷനിൽ വരുന്ന കുറേ സെൻറ്റൻസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. ശരി, ഇപ്പോൾ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ നമുക്ക് ഫോൺ വന്നപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. എങ്ങനെയാ പറയാ? മേം ബസ് സ്റ്റോപ്പ് पर खड़ा हूं. കടേ ഹോന എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. മേം ബസ് സ്റ്റോപ്പ് पर खड़ा हूं. ബസ് സ്റ്റോപ്പ് पर खड़ा हूं. ബസ് സ്റ്റോപ്പ് മേം എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പറയാണ് കടേ ഹോ ജാവോ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന. ഇപ്പോൾ അത് കണ്ടക്ടർമാർക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഇത്തിരി കൂടി ഏജിലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ കുട്ടികളോട് പറയും അല്ലേ, താങ്കളൊന്ന് എഴുന്നേക്കൂ, ഇദ്ദേഹം ഒന്ന് ഇരുന്നോട്ടെ, അങ്ങനെ പറയില്ലേ. അപ്പം എങ്ങനെയാ പറയാ? ആ കടേ ഹോ ജാവോ, താങ്കൾ എഴുന്നേറ്റ് നിൽക്കൂ. ആ കടേ ഹോ ജാവോ. ഇൻകോ ബൈഠ്നേ ദോ, ഇദ്ദേഹത്തിന് ഇരിക്കാൻ അനുവദിക്കൂ എന്നാണ്. ഇദ്ദേഹത്തിന് ഇരിക്കാൻ കൊടുക്കൂ, മനസ്സിലായ? ആ കടേ ഹോ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എഴുന്നേറ്റ് നിൽക്കൂ. അപ്പം ഇതാണ് കടയോന. ഓക്കെ, ശരി. ഇനി ഇപ്പം നമ്മൾ വന്നപ്പോൾ നമ്മുടെ ബസ് അങ്ങ് വിട്ടുപോയി. ബസ് പോയി, എങ്ങനെ പറയാം? എൻ്റെ ബസ് പോയി. മേരി ബസ് छूट गई എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബസ് വിട്ടുപോയി എന്നാണ് കേട്ടോ അർത്ഥാക്കുന്നത്. ഇനിയിപ്പോൾ ചലി ഗൈ എന്നും പറയാം. മേരി ബസ് ചലി ഗൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബസ് പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക? ഇനി എനിക്ക് അടുത്ത ബസ് എപ്പോൾ കിട്ടും? എനിക്ക് അടുത്ത ബസ് എപ്പോൾ കിട്ടും? എങ്ങനെയാ? മുझे अगली बस कब मिलेगी. അടുത്ത ബസ് കബ് എപ്പോൾ കിട്ടും, മിലേഗി. ഇതിൽ നമ്മൾ അഗലി അതുപോലെ തന്നെ മിലേഗി എന്നൊക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ അഗല എന്ന് പറയാം. അഗല ബസ് അല്ല, അഗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗം പുല്ലിംഗം നോക്കിയിട്ട് വെക്കുന്നതാ. ഇപ്പൊ ബസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് നമ്മൾ മിലേഗാന മിലേഗി എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അഗലാന അഗലി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അഗല ബസ് എന്ന് പറഞ്ഞു പോയിന്ന് വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നവർക്ക് അതൊന്നൊരു ഇഷ്യൂ അല്ല. കാരണം ബസ് സ്ത്രീലിംഗമാണോ പുല്ലിംഗാണോ എന്നൊക്കെ അറിയാൻ പലർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ ബസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്ത്രീലിംഗത്തിലാണ് സംസാരിക്കുക. ഗാഡി, മനസ്സിലായി? ഗാഡി സ്ത്രീലിംഗമാണ്. സോ എൻ്റെ അടുത്ത ബസ് എപ്പോൾ കിട്ടും? ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കിക്കോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ 30 ഡേയ്സ് സീരീസിൽ പറഞ്ഞ പോലെയാണ്. ഒരു ഗ്രാമറും ഇല്ലാത്തൊരു സെന്റൻസ് അല്ലേ. മുജെ എനിക്ക്, അഗലി ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബസ്, കബ് എപ്പോൾ, മിലേഗി കിട്ടും. അപ്പൊ ഈ ഇത്രയും സെന്റൻസ് വാക്കുകളുടെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെന്റൻസ് പറയാൻ പറ്റില്ലയോ? ഇതിലൊരു ഗ്രാമറും ഇല്ല, സേയോ മേമോ പറോ ഒന്നുമില്ല അല്ലേ. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. മുझे അഗലി ബസ് കബ് മിലേഗി. ഇനി ഇത് തന്നെ അഗലി ബസ് മുझे കബ് മിലേഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡുകളെ തമ്മിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടാലും അർത്ഥത്തിന് മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പൊ മുझे തന്നെ ആദ്യം വയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ശരി. ഇനി ഈ ബസ് എറണാകുളം, വേറെ ഏതെങ്കിലും സ്ഥലം കേട്ടോ, ഞാൻ എറണാകുളം ആയതുകൊണ്ട് ഞാൻ എറണാകുളം പറയുന്നു. ഈ ബസ് എറണാകുളം പോകുമോ എന്ന് ചോദിക്കില്ലേ യാത്രക്കാര്? നമുക്ക് ചോദിക്കേണ്ടി വരും അല്ലേ. क्या यह बस എറണാകുളം जाती है എന്നൊക്കെ ചോദിക്കും കേട്ടോ. क्या यह बस എറണാകുളം जाएगी എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് എറണാകുളത്ത് പോകുമോ? അപ്പൊ കണ്ടക്ടർ എന്താ പറയണ്ടേ? കണ്ടക്ടർമാർക്ക് ആവശ്യം വരും അല്ലേ. ചിലർ ചോദിക്കാറുണ്ട് ഈ ബസ് ആ ലൊക്കേഷനിലേക്ക് പോകുമോ എന്ന്. ഏതാണ് ലൊക്കേഷൻ? അത്. അപ്പൊ എന്താ പറയാ? പോകുമെങ്കിൽ ജായേഗി പോകും. നെയ്യത്തോ ഇല്ലെങ്കിൽ നഹി ജായേഗി പോകത്തില്ല. നഹി ജാത്തി എന്നൊക്കെ പറയൂ കേട്ടോ. ഓക്കെ, നഹി ജായേഗി ഇത് പോകില്ല. അല്ലെങ്കിൽ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ? യേ ബസ് കഹാൻ ജായേഗി, ഈ ബസ് എവിടേക്ക് പോകുന്നതാ എന്ന് ചോദിക്കില്ലേ. ഈ ബസ് എവിടേക്ക് പോകുന്നു? യേ ബസ് കഹാം ജായേഗി,
എവിടേക്കാണ് പോവുക, മനസ്സിലായോ? അങ്ങനെയും ചോദിക്കുക അല്ലേ. അപ്പൊ അതിനും അർത്ഥം എന്താ? എവിടേക്കാ പോകുന്നതെന്ന് പറയുന്നു. എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം, എവിടെയാന്ന് വെച്ചാൽ അതങ്ങ് പറയണം. ഓക്കെ, ശരി. ഇനിയിപ്പോ യേ ബസ് കഹാൻ ജായേഗി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടക്ടർമാർ ചോദിക്കും, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്, അങ്ങനെ ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കാനായിട്ട് എങ്ങനെയാ? അപ്പോ കഹാം ജാനാ ഹെ, അപ്പോ കഹാം ജാനാ ഹെ, താങ്കൾക്ക് എവിടേക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോ ബസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ ബസ്സിലിരിക്കുന്ന പാസഞ്ചറിനോടായാലും അങ്ങനെ ചോദിക്കുമല്ലോ, ടിക്കറ്റ് എടുക്കുമ്പോൾ എവിടേക്ക് പോകണം എന്ന് ചോദിക്കില്ലേ? താങ്കൾക്ക് എവിടെ പോകണം എന്നൊക്കെ വലിച്ചു നീട്ടി ചോദിക്കില്ല. ചോദിക്കണമെങ്കിൽ ചോദിക്കാം കുറച്ച് സ്പീഡായിട്ട്. അപ്പൊ കഹാൻ ജാനാ ഹെ, അതല്ലെന്നുണ്ടെങ്കിൽ കഹാൻ ജാനാ ഹെ, എവിടേക്ക് പോകണം, നീ എവിടേക്കാണ് പോകേണ്ടത്, കഹാം ജാനാ ഹെ. മനസ്സിലായോ? അപ്പൊ പാസഞ്ചർ മറുപടി തരികയാണ് എന്തെന്ന്, എനിക്ക് എറണാകുളം പോകണം. അപ്പൊ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ബസ്സിന് വെളിയിൽ നിന്നിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? വേഗം കയറ്, മുജെ എറണാകുളം ജാനാ ഹെ, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പാസഞ്ചർ പറയുന്നത് മുജെ എറണാകുളം ജാനാ ഹെ. സോ എവിടെയാണ് പോകുന്നത് അവിടെ. സോ അപ്പൊ നമ്മൾ എന്ത് പറയണം? വേഗം കയറൂ എന്നല്ല അടുത്തത് പറയാം, വേഗം കയറൂ, വേഗം കയറൂ. അപ്പൊ വേഗം കയറൂ എന്ന് എങ്ങനെയാ പറയാ നമ്മള്? വേഗം, ജൽദി. ചടോ, ചടോ എന്ന് പറഞ്ഞാൽ കയറൂ എന്നാണ്. അപ്പോൾ ചെടിന എന്ന് പറയുന്നത് ചെടിന എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് അർത്ഥം കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും കയറുന്നതിന് പറയില്ലേ, കയറുക എന്ന് പറയില്ലേ, അതിനാണ് ചെടിന. അപ്പോൾ ബസ്സിലേക്ക് കയറാൻ പറയുന്നതിന് ജൽദി ചടോ, ചടോ എന്ന് പറഞ്ഞാൽ കയറൂ. ഓക്കെ, ശരി. ഇനി പാസഞ്ചർ കയറി ബസ്സിലിരുന്നു അല്ലേ. അപ്പൊ എന്താ? ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പാസഞ്ചർ പറയാണ് എറണാകുളം കേലിയെ ടിക്കറ്റ് ദീജിയെ. ദേദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരൂ എന്ന് നമ്മൾ കഴിഞ്ഞ സീരീസിൽ അർത്ഥം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ സീരീസ് അറ്റൻഡ് ചെയ്യണവര് ഓരോരോ വാക്കുകൾ അർത്ഥം എഴുതിയെടുക്കുക. കഴിഞ്ഞ സീരീസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്താലും മതി കേട്ടോ. ഇതിൽ കുറേ അർത്ഥങ്ങളും അതിൻ്റെ സെൻറ്റൻസുകളുമാണ് നമ്മൾ പോകുന്നത്. അതിൽ ഒരുപാട് നമ്മൾ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ദേദോ എന്ന് പറഞ്ഞാൽ തരൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റോടുകൂടി നമ്മൾ പറയുമ്പോൾ ദീജിയെ അല്ലേ. അപ്പോൾ എറണാകുളം കേലിയെ, എറണാകുളം കാ ടിക്കറ്റ് ദീജിയെ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടക്ടർ എന്താ പറയാ? യേ ലീജിയെ, യേ ലീജിയെ അല്ലെങ്കിൽ ടിക്കറ്റ് ലീജിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തോളൂ, അതാണ് പറയുന്നത്. ഇത്തിരി റെസ്പെക്റ്റോടുകൂടി പറയുന്നതാണ് ലീജിയെ. ഓക്കെ, ലേലോ എന്നുള്ളതിന് അർത്ഥമാണ് കേട്ടോ. ലേലോ എന്നുള്ളതിന് പകരം ലീജിയെ എന്ന് പറയാം, അല്ലെങ്കിൽ ഏ ലേലോ, കുറച്ച് റെസ്പെക്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, യേ ലീജിയെ 15 रुपये ദേ ദോ. 15 ദൂരം അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. 15 രൂപയുടെ ദൂരത്തേക്കാക്കി ആ പാസഞ്ചർ പോകുന്നത് കേട്ടോ. അപ്പോൾ 15 रुपये ദേ ദോ. ദേ ദോ എന്ന് പറഞ്ഞാൽ തരൂ അല്ലെങ്കിൽ ദീജിയെ. നമുക്കപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. 15 रुपये ദേ ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 രൂപ. 15 എന്ന് ഉദ്ദേശിക്കുന്നത് 15 ആട്ടോ. നമ്മൾ ഈ മലയാളികൾക്ക് 1 2 3 നമ്മൾ ഹിന്ദിയിൽ എഗ്ദോത്തിൽ പഠിക്കുമ്പോൾ ഈ 12 അതുപോലെ 15 മിസ്റ്റേക്ക് വരുന്നതാ. നമ്മൾ ഈ 15 എന്ന് കേൾക്കുമ്പോൾ 12 ആണെന്ന് പലരും എന്താ പറയുക തെറ്റിദ്ധരിക്കും. 12 അല്ല, 12 ഭാരം എന്ന് പറയാം. ഓക്കെ, ഇത് 15 എന്ന് ഉദ്ദേശിക്കുന്നത് 15 ആണ്. 15 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. അപ്പോൾ ഇതൊക്കെ കൺഫ്യൂഷൻസ് വരുന്ന നമ്പേഴ്സ് ആണ്, ഒരുപാട് യൂസ് വരുന്ന നമ്പേഴ്സ് ആണ് ഹിന്ദിയിൽ. അപ്പോൾ അതൊക്കെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചു വെക്കുന്നതല്ല കേട്ടോ. ശരി, അപ്പോൾ 15 रुपये ദേ ദോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പാസഞ്ചർ എന്ത് ചെയ്തു? 20 രൂപ കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ കണ്ടക്ടർ ചോദിക്കുകയാണ് എങ്ങനെ? എനിക്ക് 5 രൂപ ചില്ലറ തരുമോ? അപ്പോൾ 10ന്റെ നോട്ട് തിരിച്ചു കൊടുക്കാമല്ലോ. 5 രൂപ ചില്ലറ തരുമോന്ന് എങ്ങനെയാണ് ചോദിക്കുക? 5 रुपये ചുട്ടാ ഹേക്കിയ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ചുട്ടാ ദേദോ എന്നും പറയും അല്ലേ. സ്ട്രേറ്റ് ആയിട്ട് പറയും 5 रुपये ചുട്ടാ ദേദോ. ഈ ചുട്ടാ എന്ന് ഉദ്ദേശിക്കുന്നത് ചുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചുട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അവധിയാണ് കേട്ടോ. ഈ ചുട്ട എന്ന് പറയുന്നത് ചില്ലറേനെയാണ്. എനിക്ക് 5 രൂപ ചില്ലറ തരൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചുട്ട ഹേക്കിയ എന്നാണെങ്കിൽ ചുട്ട ചില്ലറ ഉണ്ടോ എന്നാണ്. മനസ്സിലായോ? അപ്പൊ ചുട്ട ദേദോ എന്ന് പറഞ്ഞാൽ ചില്ലറ തരും. 5 रुपये ചുട്ടാ ദേദോ. ഇനി നോർമൽ ലാംഗ്വേജസിൽ ഇങ്ങനെ ലോക്കൽ ഇങ്ങനെ സംസാരിക്കുമല്ലോ, ഒരു വാക്കിനെ തന്നെ ഒരുപാട് തരത്തിൽ സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ചില്ലർ ദേദോ എന്നും പറയാം. ഈസി അതാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ചില്ലർ ദേദോ, 5 रुपये ചില്ലർ ദേദോ. അല്ലെങ്കിൽ ഇപ്പം 500ന്റെ നോട്ടേക്ക് ആയിരിക്കും ചിലർ കൊടുക്കുക, അപ്പം അല്ലെങ്കിൽ 100ന്റെ നോട്ട്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? കുല്ലാ ദേദോ. കുല്ലാ ദേദോ എന്ന് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, ചില്ലറ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ,
ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? പാസഞ്ചർ പറയണേ എൻ്റെ കയ്യിൽ ചില്ലറിയില്ല, ചില്ലർ നെഹി എന്ന് പറയാം കേട്ടോ. മേരെ പാസ് ചുട്ട നെഹി ഹെ, മേരെ പാസ് ചുട്ട നെഹി ഹെ. അപ്പൊ കണ്ടക്ടർ എന്താ പറയാ? എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ല കേട്ടോ. അപ്പൊ കണ്ടക്ടർ എന്താ പറയാ? तो फिर बाकी 5 रुपये आप बाद में ले लेना എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പിന്നെ തോ ഫിർ, പിന്നെ ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലേ. തോന്ന് നമ്മൾ കണക്റ്റിംഗ് വേർഡ് ആണ് കേട്ടോ അത്. തോ ഫിർ അങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാ പിന്നെ ബാക്കി 5 രൂപയെ, ബാലൻസ് 5 രൂപ ആപ് ബാദ് മേ ലേ ലേന, താങ്കൾ പിന്നീട് വാങ്ങിച്ചോളൂ. തോ ഫിർ ബാക്കി 5 രൂപയെ ആപ് ബാദ് മേ ലേ ലേന. മനസ്സിലായോ? ശരി. ഇനിയിപ്പോൾ ഒരു പാസഞ്ചർ ചോദിക്കുകയാണ്, എറണാകുളം എത്താനായിട്ട് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? എറണാകുളം പൗഞ്ചനമേ, പൗഞ്ചനമേ എന്നില്ലെങ്കിൽ എറണാകുളം യഹാസെ കിത്തനി ദൂരെ, എറണാകുളം യഹാസെ കിത്തനി ദൂരെ. ഇപ്പൊ എറണാകുളം മെയിൻ സ്റ്റോപ്പ് എറണാകുളത്ത് തന്നെയായിരിക്കുമല്ലോ. ഈ 15 രൂപയുടെ ടിക്കറ്റ് അല്ലേ. അപ്പൊ ഈ എറണാകുളം എന്നുള്ള ആ ഡിസ്ട്രിക്റ്റിൽ തന്നെയായിരിക്കാം. ഈ സ്ഥലത്ത് നിന്ന് എറണാകുളം മെയിൻ സ്റ്റോപ്പിലോട്ട് എത്താനായിട്ട് എത്ര ദൂരം ഉണ്ടെന്നായിരിക്കും പാസഞ്ചർ ചോദിക്കുന്നത്. യഹാസെ കിത്തനി ദൂർ ഹെ, 3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ, അത്രയേ ഉള്ളൂ അല്ലേ. യഹാസെ 5 കിലോമീറ്റർ, യഹാസെ 5 കിലോമീറ്റർ. ഇനി ചിലവര് കിത്തനി ദൂർ എന്നല്ല ചോദിക്കുക, എത്ര സമയം എടുക്കുന്ന അല്ലേ. അപ്പോൾ എറണാകുളം പഹുഞ്ചനേമേ, എറണാകുളത്ത് എത്താനായിട്ട് കിത്തന സമയ് ലഗേഗ, ലഗ്താ ഹെ എന്ന് ചോദിക്കാം കേട്ടോ. എറണാകുളം പഹുഞ്ചനേമേ, യഹാസെ എറണാകുളം പഹുഞ്ചനേമേ കിത്തന സമയ് ലഗേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും എറണാകുളത്തേക്ക് എത്താനായിട്ട് എത്ര ടൈം എടുക്കും? ഓക്കെ. അപ്പൊ നമ്മളെങ്ങനെയാ മണിക്കൂറോ അല്ലെങ്കിൽ മിനിറ്റോ അങ്ങനെയാ പറയാം. ആധാ ഘണ്ട ലഗേഗ, ആധാ ഘണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ ആണ്, അരമണിക്കൂർ എടുക്കും. ഇനി 1 അവറിന്റെ ദൂരമുള്ള സ്ഥലങ്ങളാണ് ഗണ്ട ലഗേഗ, 2 ഘണ്ടെ 3 ഘണ്ടെ. ഈ ഘണ്ട എന്ന് പറയുന്നത് മണിക്കൂറിനെയാണ് കേട്ടോ. ആധാന്ന് ഉദ്ദേശിക്കുന്നത് ഹാഫ് എന്നാണ് കേട്ടോ. ഇനിയിപ്പോ മിനിറ്റ്സ് ആണെങ്കിൽ 10 മിനിറ്റ്, 20 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് അങ്ങനെയാ പറയാം. മിനിറ്റ്സ് ഉത്തനായി 20 മിനിറ്റ് ലഗേഗ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ പാസഞ്ചർ പറയാണ്, ശരി. പലരും പറയാറില്ലേ എൻ്റെ സ്ഥലം എത്തുമ്പോൾ ഒന്ന് പറയണം അല്ലേ, എൻ്റെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഒന്ന് പറയണം എന്ന് കണ്ടക്ടറോട് പറയാറുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാ അത് പറയാ? ठीक है ശരി, കൃപയാ മേരാ സ്റ്റോപ്പ് ആത്തേ ഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ആകുമ്പോൾ ബത്താ ദീജിയെ, ബത്താ ദീജിയെ എന്ന് ഒരുപാട് റിക്വസ്റ്റിൽ പറയുന്നു, അല്ലെങ്കിൽ ബത്തായിയെ പറയണം, അത്രേ ഉള്ളൂ കേട്ടോ. ठीक है മേരാ സ്റ്റോപ്പ് ആത്തേ ഹി ബത്താ ദീജിയെ, അങ്ങനെയായിരിക്കും പാസഞ്ചർ പറയാം. എൻ്റെ സ്റ്റോപ്പ് ആകുമ്പോൾ പറയണം. മറുപടി എന്താ? ठीक है ശരി, അത്രേ ഉള്ളൂ കേട്ടോ. ശരി. ഇനിയിപ്പോൾ പാസഞ്ചറിനെ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആവാറേ, ഒരു സ്റ്റോപ്പ് മുമ്പേ കണ്ടക്ടർ വന്ന് പറയും അല്ലേ, അടുത്ത സ്റ്റോപ്പ് എറണാകുളം അങ്ങനെ പറയില്ലേ. അപ്പൊ ഇങ്ങനെ പറയണേ, അകല സ്റ്റോപ്പ് എറണാകുളം ഹേ. അകല സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത്. നമ്മൾ കഴിഞ്ഞ സീരീസിൽ പഠിച്ചിട്ട് അഖിലേ മഹീന എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം, അഖിലേ ഹഫ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച, അങ്ങനെ പഠിച്ചിട്ടില്ലേ. അതാണ് കേട്ടോ അകല സ്റ്റോപ്പ് എറണാകുളം ഹേ. മനസ്സിലായോ? ഇനിയിപ്പോ നമ്മള് എന്താ പറയാ, അടുത്തുള്ളവര് പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളവരോട് ചോദിക്കല്ലേ, കണ്ടക്ടറോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അടുത്ത സ്റ്റോപ്പ് ഏതാ ചോദിക്കില്ലേ. അതെങ്ങനെയാ? അടുത്ത സ്റ്റോപ്പ് ഏതാണ്? അകല സ്റ്റോപ്പ് കോൺസാ ഹേ. കോൺസാ എന്ന് പറഞ്ഞാൽ ഏത് അല്ലേ. അകല സ്റ്റോപ്പ് കോൺസാ ഹേ, അടുത്ത സ്റ്റോപ്പ് ഏതാണ്? മനസ്സിലായോ? ഓക്കെ ശരി. അപ്പൊ ഈ പാസഞ്ചറിന് ഒരു 5 രൂപ കൊടുക്കാനുണ്ട് അല്ലേ. അപ്പൊ അതെന്തായാലും പാസഞ്ചർ ചോദിക്കും. എങ്ങനെയാ? കണ്ടക്ടർ ബാക്കി 5 രൂപയെ ദേദോ ദീജിയെ, എന്തായാലും ചോദിക്കാം. കണ്ടക്ടർ ബാക്കി 5 രൂപയെ ദേദോ. അപ്പൊ കണ്ടക്ടർ എന്താ പറയാ? ये ले लो ബാക്കി 5 രൂപയെ. മനസ്സിലായോ? നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരുമ്പോൾ താങ്ക്സ് പറയുന്നവരുണ്ടാവും അല്ലെ, ധന്യവാദ്. അത് കഴിഞ്ഞ ഇനി ഇറങ്ങാൻ പറയണ്ടേ, കയറാൻ നമ്മൾ പറഞ്ഞു ജൽദി ചടോ എന്ന് പറഞ്ഞു അല്ലേ. ചടന കയറുക. ഇറങ്ങാൻ എന്താ പറയാ? ഉത്തർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുക എന്നാണ്. അപ്പോ ചടോ എന്ന് പറഞ്ഞ പോലെ ഉത്തറോ, ജൽദി ഉത്തറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഇറങ്ങും എന്നാണ്. മനസ്സിലായോ? ഇനി നല്ല ക്ഷമയുള്ള കണ്ടക്ടേഴ്സ് ആണെങ്കിൽ പറയും അല്ലേ,
എന്തെന്ന് ധീരെ ധീരെ, പതുക്കെ പതുക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടമൊന്നും വരരുതല്ലോ, അതിനു വേണ്ടി പറയും. വേഗം വേഗം ഇറങ്ങുന്നു പറയുകയാണെങ്കിൽ ജൽദി ജൽദി ഉത്തരോ, അല്ലെങ്കിൽ ജൽദി സെ ഉത്തർ ജാവോ, ജൽദി സെ ഉത്തർ ജാവോ എന്ന് പറയാം, അല്ലെങ്കിൽ ജൽദി ഉത്തരോ. സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ. അതിനും കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് ധ്യാൻസെ, കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ പറയാം അല്ലേ. കുറച്ച് വയസ്സായവരൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ് ധ്യാൻസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച്. ധ്യാൻസെ ഉത്തരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് ഇറങ്ങും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിൽ കുറച്ച് ഒരുപാട് സെന്റൻസുകൾ ഇല്ലാത്ത ഒരു കോൺവെർസേഷനാണ് ശരിക്കും പാസഞ്ചറും കണ്ടക്ടറും തമ്മിൽ അല്ലേ. അപ്പൊ അത്യാവശ്യമായിട്ടുള്ളത് അതുപോലെ അതിൻ്റെതായ സിറ്റുവേഷൻസിൽ വരുന്ന കുറച്ച് സെന്റൻസുകളാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്തത്. സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. ഏത് സെന്റൻസ് ആണ് നിങ്ങൾക്ക് അറിയാത്തതെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം കേട്ടോ, റിപ്ലൈ തരാം. പിന്നെ എന്താണ്, ഈ ഒരു വീഡിയോ നമ്മുടെ സീരീസിൽ 30 days ചലഞ്ചിൽ വരുന്നതല്ല. ഞാൻ ഇനി ഇടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം നമ്മൾ സീരീസിൽ 3 ക്ലാസ്സാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് തന്നെ വീക്കിലി 3 ക്ലാസ്സസ് ആയിരിക്കും. അത് 2 എണ്ണം മൺഡേയും വെനസ്ഡേയും സീരീസിന്റെയും, അതുപോലെ തന്നെ സാറ്റർഡേ ആണ് വരിക. ഫ്രൈഡേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ, സാറ്റർഡേ ആണ് വരിക. ആ സാറ്റർഡേ വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ വളരെ അത്യാവശ്യം വരുന്ന കുറച്ച് സെന്റൻസുകളായിരിക്കും കേട്ടോ. അപ്പൊ ഈ സീരീസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇതിലെ അർത്ഥങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ക്ലിക്കായെന്ന് വരില്ല. അവരിതിനെ സെന്റൻസ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ എല്ലാ അർത്ഥങ്ങൾ ഇനിയും സീരീസിൽ നമ്മൾ പഠിച്ചു വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കഴിഞ്ഞ സീരീസിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ സീരീസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.